Hi friends, welcome to my channel. So, മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ 100% പോസിറ്റീവ് ആയിട്ടിരിക്കണം, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, ഡൗട്ടും ഫിയറും ഒന്നും പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ആക്ച്വലി സത്യം എന്താണെന്നറിയോ, നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുമ്പോഴും ബ്രോക്കൺ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യും. നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്ക് ഗുഡ് ഡേയ്സ് ഉണ്ടാവും, ബാഡ് ഡേയ്സ് ഉണ്ടാവും, ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ ഭയവും സംശയവും ഇതൊക്കെ നാച്ചുറലാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഇന്നർ പെർമിഷൻ സ്ലിപ്പ്. ഫസ്റ്റ് മെത്തേഡ് വന്നിട്ട് ഇന്നർ പെർമിഷൻ സ്ലിപ്പ്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഒട്ടും ഡിസേർവിങ് അല്ല, ഈ ഭയവും ഈ ഡൗട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. ആ ഒരു പോയിന്റിൽ നമ്മൾ നമുക്ക് തന്നെ പെർമിഷൻ കൊടുക്കണം. നമ്മൾ വിഷ്വലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ അഫിർമേഷൻ പറയണം, എനിക്ക് ഇത് ലഭിക്കാൻ പെർമിഷൻ ഉണ്ട്, എനിക്ക് എൻ്റെ ആശങ്കകളോട് കൂടി ഭയത്തോടു കൂടി ഇത് ലഭിക്കാൻ പെർമിഷൻ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പ്രൂഫ് ചോദിക്കും. വലിയ പ്രൂഫൊന്നും വേണ്ട, നമ്മൾ മൈക്രോ എവിഡൻസ് കൊടുത്താൽ മതി. ഒരു മെസ്സേജ്, ഒരു സൈൻ, നമ്മളുടെ സക്സസ്സിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു മൈക്രോ മാനിഫെസ്റ്റേഷൻ നമ്മളപ്പം ഒന്ന് ഓർക്കുക. നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുക, അത് യൂണിവേഴ്സിന് കൈമാറുക. സെക്കൻഡ് മെത്തഡ് എന്ന് പറയുന്നത് ഇമോഷണൽ കോ-റെഗ്യുലേഷൻ ആണ്. കോ-റെഗ്യുലേഷൻ മെത്തഡ്. ഈ മെത്തഡിൽ നമ്മൾ നമ്മുടെ ഡൗട്ട്സിനും ഫിയേഴ്സിനും ഒരു സെൻസ് ഓഫ് സപ്പോർട്ട് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് നമ്മുടെ ഡിസയർ പറയുക, ഒരു പ്രഷർ ഫീൽ ചെയ്യരുത്. അപ്പം എന്താണ്, നമ്മുടെ ഡൗട്ട് ക്രീപ്പ് ചെയ്യും അല്ലേ, ഡൗട്ട് വരും നമുക്ക്. ആ ഒരു പോയിന്റിൽ നമ്മൾ സപ്പോർട്ട് വിഷ്വലൈസ് ചെയ്യുകയാണ്. ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ തന്നെ ഫ്യൂച്ചർ വേർഷൻ, നമ്മുടെ തന്നെ ഒരു കാം വേർഷൻ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ. അത് ചിലപ്പോൾ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാഫേ ആയിരിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് റൂം ആയിരിക്കാം. അവിടെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ ഇരിക്കുകയാണ്. ഓൾ റൈറ്റ്. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്തതിനൊപ്പം നമ്മൾ പറയുക, നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമോഷൻസിനെ രണ്ടു പേരൂടെ ഇരുന്നിട്ട് റെഗുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡൗട്ട്സും നമ്മുടെ ഫിയേഴ്സും ഒക്കെ മാറി നമ്മളൊന്ന് കാമാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലേ. നമ്മുടെ ഈ ഡൗട്ട്സിനെയും ഫിയേഴ്സിനെയും ഒക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഫ്യൂച്ചർ വെർഷനെ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഈ ആഗ്രഹം സാധിച്ചെടുത്ത ഒരു വെർഷനെ കൊണ്ടുവന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് കാം ഡൗൺ ആക്കിയിട്ട് ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു വിഷ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ്. ഓൾ റൈറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഒരു മെത്തഡിൽ നമ്മൾ പറയാണ്, എൻ്റെ വേദനകൾ എന്നെ സ്ട്രോങ് ആക്കി. ഇങ്ങനൊരു അഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഫ്രീഡം കിട്ടുകയാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മുടെ റെസിസ്റ്റൻസുകളെല്ലാം, ഡൗട്ട്സോ ഫിയേഴ്സോ അതൊക്കെ അലിഞ്ഞില്ലാതാവുകയും നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ 3 മെത്തഡ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡൗട്ട്സും ഫിയേഴ്സും ഡെസ്പിറേഷനും ഒക്കെ വരുമ്പോൾ, നിങ്ങൾ ബ്രോക്കൺ ആയിട്ടിരിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവില്ല എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണത്. അങ്ങനെ ചെയ്യരുത്. ദാറ്റ് ഈസ് സെൽഫ് അബാൻഡൻമെൻറ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ തളച്ചിടരുത്. നിങ്ങൾ ഓബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്ത്, തടസ്സങ്ങൾ ഓവർകം ചെയ്ത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കുക, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.